ഗൈസ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല റിച്ച് വലുതാവുമ്പോൾ എന്നോട് ചോദിക്കൂട്ടാ, ഈ തക്കുടൂസ് വേൾഡ് നിന്ന് എന്താ ഇട്ടേക്കണേ, എന്താ അവൻ്റെ പേരൊന്ന് ഇടാത്തേന്ന്. ഞാൻ തക്കുടുൻ്റെ പേര് വെച്ചിട്ട് തുടങ്ങിയതാട്ടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനല്. പിന്നെ എനിക്കത് മാറ്റാൻ തോന്നിയിട്ടില്ല. ഇപ്പം രണ്ടാമത്തെ റിച്ചു ജനിച്ചു, മൂന്നാമത്തെ ഒരു ഉണ്ണിയും കൂടി ഉണ്ടാവാൻ പോവാണ്. പക്ഷെ എനിക്ക് ഇതേവരെയായിട്ട് എൻ്റെ പേര് മാറ്റാൻ തോന്നിയിട്ടില്ല യൂട്യൂബ് ചാനലിലെ. അതുപോലെ തന്നെ അതിലത്തെ പ്രൊഫൈൽ ഫോട്ടോ പറയുന്നത് ഞാനും തക്കുളും ഇക്കായും കൂടിയിട്ടുള്ളതാണ്. അതും മാറ്റാതിരായിട്ട് തോന്നിയിട്ടില്ല ചേട്ടാ. എന്താണോ എനിക്ക് അതന്നെ മതി എന്നാട്ട മനസ്സിൽ തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ അത് വെച്ച് അങ്ങനെയല്ല തുടങ്ങിയത്. ഇനി അത് മാറ്റണ്ടെന്നാണ് ഒരു തീരുമാനം. അല്ല, ഇനി ഇവരൊക്കെ വലുതായ ചോദിക്കുമെന്നോ അപ്പോൾ ഇവരുടെ പേരൊന്നും വെക്കാത്ത എന്താന്ന്. അല്ല റിച്ചിയോ, നമ്മൾ എങ്ങോട്ടാ പോണേ? എന്താ വീഡിയോ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേ, പറയേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോണേ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരുമില്ല ചേട്ടാ. തക്കുട് സ്കൂളിൽ പോയി, ഇക്ക പണിക്ക് പോയി. ഇക്കാക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് പണി. ഒരു 15 മിനിറ്റ് ദൂരമുള്ളൂ, അവിടെ അടുത്ത് തന്നെയാണ് പണി. അപ്പോൾ ഇക്ക ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നഴ്സറി പോകേണ്ട ആവശ്യമുണ്ട്. എനിക്ക് നഴ്സറിയിൽ നിന്ന് കിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നഴ്സറികളിൽ നിന്ന് കിറ്റ് കിട്ടും. അതുപോലെ നമ്മുടെ റിച്ചുവിന് അമൃതപ്പൊടി കിട്ടും കേട്ടോ. റിച്ചുവിന് അമൃതപ്പൊടി കിട്ടാറായിട്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ കിറ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ മാസത്തെ കിറ്റാണ് കേട്ടോ, ഈ മാസത്തെ അല്ല. അപ്പോൾ അത് നേരം വൈകിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞു, ഇന്ന് തന്നെ ചെല്ലണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകണം. ഇക്ക ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വേഗം നമുക്ക് നഴ്സറി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാം. അപ്പോൾ എന്തൊക്കെയാണ് കിറ്റിലുള്ളത് എന്ന് ഞാൻ കാട്ടിത്തരാം. അതുപോലെ കിറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ചെറുപയർ ഉണ്ടെങ്കിൽ ചെറുപയർ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പായസ അല്ലെങ്കിൽ സുഗിയന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണം. ചെറുപയർ ഇപ്രാവശ്യത്തെ കിറ്റിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്നാലെ സുഗിയന ഉണ്ടാക്കണം, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കണം. മിക്കതും പായസം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. ചെറുപയർ പായസം നോക്കട്ടെ എങ്ങനെയാണ് അവസ്ഥ എന്ന്. പായസം ഉണ്ടാക്കി നമ്മുടെ തക്കുടൊന്നും അങ്ങനെ വല്ലാണ്ട് കുടിക്കില്ല, അവന് പായസം ഒന്നും വലിയ ഇഷ്ടമില്ല. റിച്ചുവിന് പിന്നെയും കുഴപ്പമില്ല അല്ലേ. അപ്പം എന്തായാലും ഉണ്ടാക്കണം. ഇതാ പൂച്ച അപ്പുറത്തോടെ വരുന്നുണ്ട് കേട്ടാ. ഇത് ഞാൻ വീട്ടിൽ പോയിട്ട് വന്ന് നോക്കുമ്പോൾ ഈ പൂച്ച ഇവിടെ ഉണ്ട് കേട്ടാ. എവിടുന്നാ വന്നേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിലേക്ക് നിൽക്കാൻ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ പൂച്ച ഇവിടെ കിടന്ന് തിരികുന്നുണ്ട്. ഏത് നേരം ഈ പൂച്ചയുടെ പിന്നാലെ ഏട്ടാ പിള്ളേർ. അപ്പം നമുക്ക് കിറ്റിൽ എന്തൊക്കെ ഉള്ളതെന്ന് കാട്ടിത്തരാം. നഴ്സറി പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. അല്ല റിച്ചിയോ, അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. അങ്ങനെ അതാ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ പണിസ്ഥലത്തുനിന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ റിച്ചൂസ് ഇക്കാനെ കണ്ടപ്പോൾ ഓടി ഇതാ ഉപ്പ പറഞ്ഞിട്ട് അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു ഫസ്റ്റ് തന്നെ നമുക്ക് പോയി വരാം നഴ്സറിയിൽ, എന്നിട്ട് സമാധാനമായിട്ട് വന്നിട്ട് ചോറൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ആദ്യം ചോറ് കഴിച്ചിട്ട് പോകുമ്പോഴേക്കും നേരം വഴുകും. അപ്പോൾ പണിസ്ഥലത്ത് എത്താൻ നേരം വഴുകും. അപ്പോൾ ആദ്യം തന്നെ നഴ്സറി പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നേക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വീടിൻ്റെ അവിടെയുള്ള നഴ്സറി തന്നെയാണ്. ഞാൻ ഇഷ്ടം പോലെ പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇക്കാൻ്റെ കുട്ടികളുടെയൊക്കെ ആയിട്ടും അവരെ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് നല്ല പരിചയം അടുത്ത ഇവിടെ ടീച്ചർമാർ ൊക്കെ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ പിള്ളേരൊക്കെ കിടന്നുറങ്ങുകയാണ് അവിടെ. പിന്നെ നമുക്ക് തന്നെ പിള്ളേരിനൊന്നും അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് ഫോണിൽ കമൻറ്റ് ബോക്സൊക്കെ ഓഫ് ആവണം, ചില വീഡിയോസ് ഇടാനും പറ്റണില്ല, കുട്ടികൾ അധികം കാണിക്കണോണ്ട്. അപ്പോൾ പിള്ളേരിനൊന്നും അധികം കാണിക്കണില്ല കേട്ടോ. പിന്നെ നഴ്സറിയിൽ കുട്ടികളുടെ കുറേ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അവരെ കഴിവുകളൊക്കെ വളർത്തണ പോലെയായിട്ട് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ അവർ ചെയ്യുന്നതാവും, ചിലപ്പോൾ അവർ വീട്ടുകാർ ചെയ്യുന്നതാവും, ആര് ചെയ്യുന്നതാണെന്ന് അറിയില്ല. പക്ഷെ നല്ല ക്യൂട്ടായിട്ട് കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കളിപ്പാട്ടങ്ങൾ പിള്ളേർക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവട്ടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ ഒരു ബ്രദറിൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും കിടന്നുറങ്ങേണ്ട കൂട്ടത്തിൽ. അപ്പോൾ ഞാനിതാ പിള്ളേരൊന്നും നീപ്പിക്കാണ്ട് സൗണ്ട് ഉണ്ടാക്കാണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികൾ ഒരാൾ നീട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നീക്കും നഴ്സറിയിൽ, അതാണ് പ്രത്യേകത. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ശർക്കര കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ട ശർക്കരയാണ് കേട്ടോ. മറ്റേ അച്ചച്ച് ആയിട്ടുള്ള ശർക്കരയല്ല സാധാരണ ഉണ്ടാകുക, പക്ഷെ ഇത് അതല്ല, ഇത് വലിയ ഉണ്ടയായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. ഇതൊരു 1.5 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് ഫുള്ളും പിന്നെ ഒരു അര പാക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരു പാക്കറ്റിലാണ് 4 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു 3-4 മാസം ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും. ഞാൻ അധികം ശർക്കര ഉപയോഗിക്കില്ല. പിന്നെ ചെറുപയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഫേവറേറ്റ് ആണ് എല്ലാ പ്രാവശ്യം കിട്ടുമ്പോൾ. കാരണം കടയിൽ നല്ല റേറ്റ് ആട്ടോ ചെറുപയറിന്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ കൊണ്ട് ചോറ് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഞ്ഞി പോലെ ഉണ്ടാക്കാം. ചെറുപയർ ഉപ്പേരിയും വെക്കുക. പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായി ചെറുപയറും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് പ്രോട്ടീൻ കുറവാണ്. പല്ലൊക്കെ തേക്കുമ്പോൾ പല്ലിൻ്റെ മുകളിൽ ചോരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ട് നല്ല പ്രോട്ടീനുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ
എന്തായാലും പെട്ടെന്ന് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിയും. അപ്പോൾ പിന്നെ ഗോതമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് 7.5 കിലോ കിട്ടിയിട്ടുണ്ട്. 2 മാസത്തെ ചേർത്താണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് പൊടിപ്പിക്കാൻ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന ഉടനെ തന്നെ ആദ്യം പായസമായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നത് ചെറുപയറിൻ്റെ. ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് കുറേ കാലമായിട്ട് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫുള്ള് സാധനങ്ങളൊന്നും പായസത്തിന് വേണ്ടില്ല. നെയ്യില്ല, അണ്ടിപ്പരിപ്പില്ല, മുന്തിരിയില്ല, ഏലക്കയില്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ആയിട്ട് കഴിക്കാനും പറ്റും. സാധനങ്ങളില്ലല്ലോ വെച്ചിട്ട് നമ്മൾ വെക്കാണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ ചെറുപയർ നമ്മൾ വെറുതെ മുളപ്പിച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അങ്ങനെ പ്രാവശ്യം കിട്ടിയ പയർ പിന്നെ നല്ല പയറായിരുന്നു കേട്ടോ. നമുക്ക് നാശമായതൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കുറേ കല്ലുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലത് നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുമ്പോൾ കുറേ കല്ലുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് നല്ല പയറായിരുന്നു കേട്ടോ. ഗോതമ്പ് നല്ലതായിരുന്നു. ഗോതമ്പിലും വലിയ കരടുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗോതമ്പ് ഇനി കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിപ്പിക്കാൻ കൊടുക്കണം. അങ്ങനെ പൊടിപ്പിക്കാൻ കൊടുത്താൽ കുറേ കാലത്തിന് ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. സാധാരണ ഗോതമ്പ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുക പാക്കറ്റ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പൊടിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ വെച്ചിട്ട് അത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ നമ്മുടെ പയർ ഇതാ കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ പൊളിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ പൊളിച്ചുതരാം തേങ്ങയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക പൊളിക്കാണ്ട് എനിക്ക് വീഡിയോ എടുക്കണം. ഞാൻ പൊളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇക്ക അവിടെ തേങ്ങ വെച്ചിട്ട് പോയിട്ടാ. എന്നാൽ ശരി ഞാൻ പോവാണ് പണിക്കെന്ന് പറഞ്ഞിട്ട് ഇക്ക പോവുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇക്കാക്ക് നേരം വൈകിയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചീത്തക്ക് കൂട്ടാം. അപ്പോൾ ഇക്കാക്ക് ഓൾറെഡി നഴ്സറി പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് ചോറ് കഴിക്കുമ്പോഴേക്കും നേരം വൈകി. കറക്റ്റ് 2 മണിയാകുമ്പോഴേക്കും സൈറ്റിലേക്ക് എത്തണം കേട്ടോ. അപ്പോൾ ഇക്ക എന്നാൽ ശരി നീ തന്നെ പൊളിച്ചോ പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നിട്ട് ഇക്ക പോയി. അപ്പോൾ ഞാൻ പൊളിക്കട്ടെ. ഞാൻ പൊളിക്കുമ്പോൾ എൻ്റെ കൂടെ കൂട്ടിന് റിച്ചൂസും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് പണി ചെയ്യലും അവൻ എൻ്റെ പിന്നാലെ അങ്ങനെ നടക്കൂട്ടാ. അപ്പോൾ തേങ്ങ പൊളിക്കുന്നത് കണ്ടിട്ട് അവൻ എന്താ കാരണ വെച്ചാൽ ചകിരിയൊക്കെ എടുത്തിട്ട് പുഴയിൽ എറിയാനായിട്ട് അവൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ തേങ്ങ ഒരെണ്ണം കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ പൊളിച്ചത്. അപ്പോൾ അവൻ നേരെ പുഴയ്ക്കാണ് കൊണ്ടിടാൻ പോയത്. അപ്പോൾ ഞാൻ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചു വിട്ടു. റിച്ചുവിന് എന്ത് കിട്ടിയാലും പുഴയിലാണ് കൊണ്ടിടുക. ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിയിട്ടുണ്ട് പുഴയത്തെ. പിന്നെ നമ്മുടെ ഈ സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതൊന്നും പോയിട്ടില്ല കേട്ടോ. അവിടെ പോകാനായിട്ട് ഗ്യാപ്പൊന്നുമില്ല, ഹോളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. പിന്നെ വെയിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ച് അടയ്ക്ക ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടും. അപ്പോൾ അത് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ റിച്ചൂസ് അതൊക്കെ ഇരുന്ന് പറക്കുന്നുണ്ട്. അപ്പോൾ റിച്ചുവിനെ ഞാൻ വേഗം ഉള്ളിൽ കയറ്റി, അല്ലെങ്കിൽ അതൊക്കെ വേഗം പുഴയിൽ പോവും. എന്ത് സാധനം കണ്ടാലും പുഴയിൽ പോവും. അപ്പോൾ അതുകൊണ്ട് അവനെ ഞാൻ ഉള്ളിൽ കയറ്റിയിട്ട് പിന്നെ എൻ്റെ പണികളൊക്കെ ഞാൻ തുടർന്നു വിട്ടു. പിന്നെ ഞാൻ കുറച്ച് ശർക്കര പായസത്തേക്ക് വേണ്ടത് മാറ്റി വെച്ചിട്ട് ഇരുന്നിട്ട് അത് പൊടിക്കുകയാണ് കേട്ടോ. നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മറ്റേ അച്ച് ശർക്കര പോലെ നല്ല കട്ടികളല്ല കേട്ടോ. ഉണ്ട ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റാവും, പെട്ടെന്ന് പൊടിഞ്ഞും കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ അമ്മിക്കോട് വെച്ചിട്ടൊന്ന് കുത്തിയപ്പോൾ തന്നെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പയറൊന്ന് നന്നായി വെന്തോട്ട് വെച്ചിട്ട് ആ ഗ്യാപ്പിൽ കുറച്ച് പൊടിച്ച ശർക്കര ഒക്കെ എടുത്ത് കൊടുത്തിട്ട് അതും പിന്നെ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അതും കൂടിയിട്ട് വന്ന് കഴിക്കാമെന്ന് വെച്ച് വിട്ടു. ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ളതാണ് ഈ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിക്കാത്തവർക്ക് കഴിച്ച് നോക്കാം. മിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഈ ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിരുന്ന് കഴിക്കേണ്ട റിച്ചൂസും കൂടി ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയർ വേവിക്കാൻ വെക്കുമ്പോൾ ഒരിക്കലും പഞ്ചസാരയും ശർക്കര ഒന്നും ഇടരുത് കേട്ടോ. കാരണം എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പയർ വേവിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ശർക്കര ഇട്ടിട്ട് വേവിച്ചിട്ട് പയർ വെന്ത് കിട്ടിയിട്ടില്ല. ഇപ്പോഴൊന്നല്ല കേട്ടോ. മുമ്പ് ഞാൻ ഒരു ദിവസം സുഖിയൻ ഉണ്ടാക്കാൻ നോക്കിയതാണ് ചെറുപയർ വെച്ചിട്ട്. അപ്പോൾ ഭയങ്കര കല്ലപ്പായിട്ട് എത്രയായിട്ടും വേവണില്ല കേട്ടോ ചെറുപയർ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ ആദ്യം പയർ വെന്തതിന് ശേഷം വേണം പഞ്ചസാര തേങ്ങ ശർക്കര എന്താ വെച്ചെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് പയർ കൂടെ മിക്സ് ചെയ്തിട്ട് മധുരമൊക്കെ ആഡ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പയർ തീരെ വേവില്ല, കല്ലയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പയറൊക്കെ വേവട്ടെ വെച്ചിട്ട് ഇതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമില്ല കേട്ടോ തീരെ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. കാരണം പായസം ആകുമ്പോൾ ഒരിത്തിരി വെള്ളം പോലെ വേണ്ടേ. നല്ല കട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അപ്പോൾ ഒരിത്തിരി വെള്ളം പോലെ വേണം. അപ്പോഴാണ് എൻ്റെ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ശർക്കര ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര ഓവർ മധുരമൊന്നും വേണ്ടിക്ക്, ഓവർ മധുരം ഇഷ്ടമില്ല. അപ്പോൾ കുറച്ച് മധുരം എനിക്ക് പാകമായിട്ടുള്ള മധുരമാണ് ഞാൻ ഇടുന്നത്. പിന്നെ തക്കുടൊന്നും അങ്ങനെ വല്ലാണ്ട് കഴിക്കില്ല. ഞാനൊക്കെ റിച്ചൊക്കെ തന്നെ കഴിക്കുള്ളൂ. തക്കുടിന് അധികം ഇങ്ങനെ മധുരം ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ റിച്ചൂസും കുറേശ്ശൊക്കെ കഴിക്കും. ഇത് നമ്മൾ നല്ല വേവാണ്ട ഒരു ഇത്തിരി പാകത്തിനുള്ള ഒരു ഹാഫ് വേവായിട്ട് ശർക്കര ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖിയൻ ഉണ്ടാക്കാം. നന്നായി വെന്ത് കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ചെറുപയർ വെച്ചിട്ടുള്ള ഉപ്പേരി ഇഷ്ടമാണ്, അതുപോലെ പായസം ഇഷ്ടമാണ്. ചെറുപയർ വെച്ചിട്ട് എന്ത് കാട്ടിയാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ലതല്ലേ ചെറുപയർ കഴിക്കുന്നത്. മാത്രമല്ല നല്ല ടേസ്റ്റാണ് ചെറുപയറിന്. എപ്പോഴും നല്ല വില ഉണ്ട് കേട്ടോ കടയിൽ ചെറുപയറിന്. അപ്പോൾ നമുക്കിത് ഫ്രീ ആയി കിട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിലോന് 55 രൂപ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ശർക്കര ഒക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. അധികം നേരം നിൽക്കൊന്നും വേണ്ട ശർക്കര വേവാൻ വേണ്ടിയിട്ട്, അല്ല മെൽറ്റാവാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഉണ്ട് ശർക്കര പറഞ്ഞുല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും.
അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഞാൻ തേങ്ങ ചിരകിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി വേവിച്ച് കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് പൂട്ടോ. ഒന്നൊന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ടപ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ. ഈ തേങ്ങയും ശർക്കരയൊക്കെ കൂടിയിട്ട് പയറിൻ്റെ കൂടെ മിക്സ് ആയപ്പോൾ പിന്നെ നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നെയ്യ് ഉണ്ടായിരുന്നില്ല. ഏലക്കായ് ഇട്ട് കൊടുക്കുക. ഏലക്കായ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ നോക്കുന്നത്. നിങ്ങൾ ഏലക്കായും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ അത് നല്ലതാണ്. അതുപോലെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടിട്ടാൽ അതും നല്ല ടേസ്റ്റ് ആട്ടോ. നെയ്യിൻ്റെ നല്ല ഫ്ലേവറൊക്കെ കിട്ടും. ഇവിടെ പായസമൊക്കെ ഇതവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ സത്യമായിട്ട് പറയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചെറുപയർ പായസം ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. കണ്ടോ, നമ്മുടെ റിച്ചുവിന് വരെ ഭയങ്കര ഇഷ്ടമായിട്ടാ. റിച്ചുവിന് ഞാൻ ചൂടാറ്റിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവൻ കിട്ടിയപ്പോൾ തന്നെ നന്നായി കഴിച്ചു കിട്ടാ. പിന്നെ തക്കുടിന് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കുടിന് കൊടുക്കണ വീഡിയോ കാണിക്കാത്തത്. കാരണം അവൻ കഴിക്കില്ല അങ്ങനെ തക്കുടു. അതുകൊണ്ടാണ്. റിച്ചൂസൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പായസം എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കട്ടെ. അപ്പുറത്തെ വീട്ടിലെ താത്താക്ക്. കാരണം അവർക്കും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കുടിക്കാമല്ലോ പായസം വെച്ചിട്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള അന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ ബൈ.